ഇന്ന് നമ്മൾ ട്യൂബർക്ലോസിസ് അതായത് ക്ഷയരോഗത്തിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അത് സംസാരിക്കാനായിട്ട് ഡോക്ടർ രാകേഷ് PS, സീനിയർ ടെക്നിക്കൽ അഡ്വൈസർ, ഇന്റർനാഷണൽ യൂണിയൻ അഗൈൻസ്റ്റ് TB ആൻഡ് ലങ് ഡിസീസസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ നമ്മുടെ കൂടെ ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പൊ വെൽക്കം സർ. സർ, ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ നമ്മള് നേരത്തെ RNTCP ആയിരുന്നു നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്, അതായത് റിവൈസ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം എന്നായിരുന്നു. ഇപ്പൊ അത് NTEP അതായത് നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എന്നായി. അപ്പൊ അങ്ങനെ ഒരു ക്രൈറ്റീരിയ, എന്ത് ക്രൈറ്റീരിയ ബേസിസിലാണ് നമ്മൾ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്? അത് ആ ചേഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ആ ക്രൈറ്റീരിയ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ TB ബർഡനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മള് ലോകത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും ഈ ലീഡിങ് കോസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത് കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വർഷത്തിൽ TB തന്നെയായിരുന്നു. അതായത് ഒരു സാംക്രമിക രോഗം കൊണ്ട് ഏറ്റവും അധികം മരണം ഉണ്ടാക്കുന്ന, HIV-യേക്കാൾ കൂടുതൽ മരണം ഉണ്ടാക്കുന്നത് TB ആണ് എന്നുള്ളത് തന്നെയാണ്. കോവിഡ് വന്നപ്പോഴാണ്, ആ വർഷം മാത്രമാണ് അത് ഓവർടേക്ക് ചെയ്യപ്പെട്ടത്. അതിന് മുമ്പ് വരെ നിർഭാഗ്യവശാൽ TB തന്നെ ആയിരുന്നു. അതില് ഈ മൊത്തം ആകെ ഉണ്ടാകുന്ന, ലോകത്തുണ്ടാകുന്ന TB കേസുകളിൽ 26% നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 26%. നമ്മുടെ ഇന്ത്യയേക്കാൾ വലിയ രാജ്യമായ, തൊട്ടടുത്ത രാജ്യമായ ചൈനയിൽ ആകെ 8.5% ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത്. അതിന്റെ തൊട്ട് പുറകിൽ, അതായത് ഇന്ത്യ 26% കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ നിൽക്കുന്നത് ഇന്തോനേഷ്യയിൽ 8.5%. അതായത് ആകെയുള്ള TB കേസുകളിൽ, ലോകത്താകെയുള്ള TB കേസുകളിൽ 26% ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ലോകത്താകെ ഉണ്ടാകുന്ന 4 TB കേസ് ഉണ്ടാകുമ്പോൾ ഒരാൾ ഇന്ത്യയിൽ നിന്നാണ്. ചൈനയിൽ നിന്നാണെങ്കിൽ 8.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇന്തോനേഷ്യ ആണെന്നുണ്ടെങ്കിൽ 8.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ലോകത്തിന്റെ TB ഏറ്റവും കൂടുതൽ ബർഡനുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നമ്മള് ലോകത്തിന്റെ TB ഇൻസിഡൻസ് ഡിക്ലൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് ലോകത്തെ TB കുറഞ്ഞു വരുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യ എങ്ങനെയാണോ TB നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ TBയിൽ പ്രോഗ്രസ് ചെയ്യുന്നത്, അതാണ് ശരിക്കും ആഗോളതലത്തില് TBയുടെ പ്രോഗ്രസിനെ ഗതി നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പൊ അത്രമാത്രം പ്രഷറിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ലോകത്തെ തലത്തിൽ നോക്കുമ്പോഴത്തേക്ക് ലോകത്തിന്റെ നമ്മുടെ NTB ഗോൾസ് ആയാലും അല്ലെങ്കിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അതിനകത്ത് TB ബന്ധപ്പെട്ട ചില ലക്ഷ്യങ്ങളുണ്ട്. അത് കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതിന്റെ ഗതി നിർണ്ണയിക്കുന്ന, ആ സൂചികകളുടെ ഗതി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ അത് അച്ചീവ് ചെയ്താൽ, ഇന്ത്യ അത് കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചാൽ ലോകത്തിന് അത് കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആകെ ഒരു ഗ്ലോബൽ പ്രഷറിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. ഈ ബർഡൻ കാരണം തന്നെ ഇന്ത്യയിൽ തന്നെ നമ്മൾ TBയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം ശരാശരി 26 ലക്ഷം പേർക്കാണ് പുതിയതായിട്ട് TB ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 26 ലക്ഷം ഒരു വർഷം. മരണനിരക്ക് നോക്കിയാൽ ലളിതമായിട്ട് പറയാം, അതായത് ഒരു ദിവസം 1200 പേരാണ് TB കാരണം ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് സുസ്ഥിര വികസന ലക്ഷ്യങ്ങള് കൈവരിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തില് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ പോകുന്ന രീതിയിൽ പോയാൽ പോരാ എന്നൊരു തോന്നല് ആഗോളതലത്തിൽ ഉണ്ടായി. അതിൻ്റെതായ പ്രഷറിൽ ഇന്ത്യക്കും ഉണ്ടായി. സാധാരണ രീതിയിൽ ഇപ്പം ശരാശരി ഒരു വർഷം 2% TB ഇൻസിഡൻസ് നമ്മുടെ രാജ്യത്ത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 15% ഇൻസിഡൻസ് കുറയണം എന്നാണ് പറയുന്നത്. ഞാൻ ചില ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിച്ചെങ്കിൽ പോലും അതിനെ നമുക്ക് ഇപ്പൊ പോകുന്ന രീതിയിൽ പോയാൽ പോരാ എന്നുള്ള കാര്യം തിരിച്ചറിയുകയും, അത് എല്ലാവരും തിരിച്ചറിഞ്ഞു. ഗ്ലോബൽ പ്രഷർ കൊണ്ട് ഇന്ത്യയിലുള്ള മുഴുവൻ അഡ്മിനിസ്ട്രേറ്റേഴ്സും പൊളിറ്റിക്കൽ ലീഡേഴ്സും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തിരിച്ചറിയുകയും അപ്പൊ അതിന് കൂടുതൽ ആക്കം കൂട്ടണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ എന്താണ് ക്രൈറ്റീരിയ എന്ന് ചോദിച്ചത്, ശരിക്കും ഒരു സയന്റിഫിക് ക്രൈറ്റീരിയയേക്കാൾ ഉപരി അതൊരു തിരിച്ചറിവാണ്. ഈ പറഞ്ഞ പേസിൽ പോയാൽ പോരാ, TB എന്ന് പറയുന്ന ഒരു വിപത്തിനെ നേരിടാനായിട്ട് ഈ പറഞ്ഞ പേസിൽ പോയാൽ പോരാ എന്നുള്ളൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് ശരിക്കും TB നമ്മുടെ ഹെൽത്ത് സ്റ്റാഫിന് തന്നെ ഒരു അവെയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിരുന്നു എന്നാണ് സർ പറയുന്നത്, അല്ലേ? ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞത് അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിനെ തിരിച്ചറിയുന്നു,
നമ്മുടെ TB മാനേജ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് തിരിച്ചറിയുന്നു. നമ്മൾ TB നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു മെഡിക്കൽ ഡിസീസ് മാത്രമല്ല, ശരിക്കും അതൊരു സാമൂഹിക സാമ്പത്തിക പുരോഗതി നമ്മൾ മുഴുവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസിനെ തന്നെ അതിനെ തന്നെ വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ് TB എന്ന് പറയുന്ന സാധനം. അതായത് രാഷ്ട്ര പുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ് ക്ഷയരോഗം എന്ന് പറയുന്ന സാധനം. അപ്പൊ അത്തരത്തിലൊരു വിപത്തിനെ നേരിടാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് എലിമിനേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ടതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും TB ഉണ്ടാക്കുന്ന ബർഡനാണ്. TB ഉണ്ടാക്കുന്ന ബർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TB കാരണം മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം, TB കാരണം ഉണ്ടാകുന്ന സ്റ്റിഗ്മ, TB കാരണം അനാഥമാകപ്പെടുന്ന ബാല്യങ്ങൾ, TB കാരണം കുടുംബത്തിനുണ്ടാകുന്ന അധിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ടത്. കാരണം ഇത് എലിമിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം എന്നുള്ള ഒരു പേര് ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ആ തിരിച്ചറിവ് കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടും എല്ലാവരുടെയും കമ്മിറ്റ്മെന്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും എല്ലാവരെയും അവെയർ ആക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പോയാൽ പോരാ എന്ന് പറയുന്നതിന്റെ ഒരു അവയർനെസ് കൊടുക്കാനുള്ള ഒരു തന്ത്രം കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് തൊട്ട് ഹെൽത്ത് സ്റ്റാഫ് തൊട്ട് അതുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഓരോ സിറ്റിസൺസ് ഉൾപ്പെടെ, അതായത് ഓരോ ജനം ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അത് തിരിച്ചറിയുകയും അതിനനുസൃതമായിട്ടുള്ള പ്രോഗ്രാമിൽ ഉണ്ടാകേണ്ട ഒരു മോട്ടിവേഷനും ഒരു എന്തൂസിയാസവും കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി പ്രവർത്തിക്കുക എന്ന് ചെയ്യുന്ന അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ കാരണങ്ങളിൽ ഒന്ന്. ഈ RNTCP NTP അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നതാണ്. രണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്മിറ്റ് ചെയ്തത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 രാജ്യം അല്ലെങ്കിൽ ലോകം കൈവരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന TBയുമായിട്ട് ബന്ധപ്പെട്ട സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 5 വർഷം മുമ്പേ, അതായത് 2025 തന്നെ കൈവരിക്കും എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ TBയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ 2030 പകരം 2025 തന്നെ കൈവരിക്കും എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലൊരു വലിയ കമ്മിറ്റ്മെന്റ് നടത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മൊത്തത്തിലുള്ള TB എലിമിനേഷൻ ആക്ടിവിറ്റീസ് ഒന്ന് റാമ്പപ്പ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ RNTCP NTP എന്ന് പറയുന്ന പേരിലേക്ക് മാറിയത് പ്രൈമറിലി. പിന്നീട് ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് നടപ്പിലാക്കാനും കൂടുതൽ അറ്റൻഷൻസ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ആദ്യ കാൽവയ്പാണ് ഈ പറഞ്ഞിരിക്കുന്ന പേര് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഒരു പേസ്, അതായത് ആ പ്രോഗ്രാമിലെ ഒരു പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ചേഞ്ച് ആണ് അല്ലെ? തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ലെപ്രസിയിൽ നമ്മൾ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് വെച്ച് ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമായി, പോളിയോ കൺട്രോൾ പ്രോഗ്രാം എന്നുള്ളത് പോളിയോ എലിമിനേഷൻ പ്രോഗ്രാമായിട്ട് മാറിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇപ്പൊ സർ പറഞ്ഞു NTP എന്ന് പറഞ്ഞ ആ ചേഞ്ച് നമുക്ക് ഒരു പേസ് കൂട്ടാൻ വേണ്ടി, നമ്മുടെ ആ പ്രോഗ്രാമിന്റെ ഒരു പേസ് കൂട്ടാനും നമ്മളിൽ തന്നെ ഒരു അവയർനെസ്സും അത് മാത്രമല്ല ഒരു മോട്ടിവേഷനും എൻകറേജ്മെന്റും നയിക്കാൻ ഉള്ള ഒരു സ്റ്റെപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ മേജർ ഹൈലൈറ്റ്, അതായത് പ്രോഗ്രാം ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? അതിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതായത് വളരെ ബോൾഡായിട്ട് പ്രോഗ്രാം പറഞ്ഞുകൊണ്ടിരുന്നത് TB എലിമിനേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്ന അത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതിന്റെ ഡയറക്ഷൻ എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു അസുഖമാണ് TB എന്ന്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ബർഡൻ ഡ്യൂ ടു TB എലിമിനേറ്റ് ചെയ്യപ്പെടണം. നമുക്ക് എലിമിനേഷൻ എന്ന് പറയുമ്പോഴും മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെ പിടിച്ചു കെട്ടി കടലിൽ കൊണ്ട് താഴ്ത്തുക എന്ന് പറയുന്ന ലക്ഷ്യങ്ങളില്ല. പക്ഷെ ബർഡൻ ഡ്യൂ ടു ട്യൂബർക്ലോസിസ്, മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഒരു ഭയങ്കര സ്മാർട്ട് ബാക്ടീരിയ ആണ്. അത് 5000 കൊല്ലങ്ങളായിട്ട് നമ്മുടെ കൂടെ താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ബാക്ടീരിയയെ കൊണ്ട് കടലിൽ മുക്കി താഴ്ത്തുക എന്ന് പറയുന്ന ലക്ഷ്യങ്ങൾ ഇതിനകത്തില്ല. പക്ഷെ അതുണ്ടാക്കുന്ന ബർഡൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. ബർഡൻ ഡ്യൂ ടു ഡെത്ത് ആകാം, ബർഡൻ ഡ്യൂ ടു ഈ പറഞ്ഞ പോലെ കാറ്റാസ്ട്രോഫിക് കോസ്റ്റ് ടു ദ ഫാമിലീസ്, അതായത് അധിക സാമ്പത്തിക ചെലവ്, ബർഡൻ ഡ്യൂ ടു സ്റ്റിഗ്മ, ബർഡൻ ഡ്യൂ ടു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ബർഡൻസ് നമുക്ക് ഇല്ലാതാകണം. സമൂഹത്തിൽ TB കാരണമുള്ള ബർഡനുകൾ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ചില ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻസിഡൻസ് ഓഫ് TB കുറയ്ക്കുക, ഡെത്ത് കുറയ്ക്കുക, TBയുമായിട്ട് ബന്ധപ്പെട്ട കാറ്റാസ്ട്രോഫിക് കോസ്റ്റ് കുറയ്ക്കുക. ഈ കമ്മിറ്റ്മെന്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അതിന്റെ. പിന്നീട് ആ കമ്മിറ്റ്മെന്റ് കൈവരിക്കാനായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രോഗ്രാമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നാഷണൽ സ്ട്രാറ്റജിക് പ്ലാന്റെ 4 പില്ലറിൽ നമുക്ക് തന്നെ കാണാം. അതായത് ഡിറ്റക്ട്, ട്രീറ്റ്, പ്രിവെന്റ്, ബിൽഡ് എന്നുള്ളതാണ് 4 തൂണുകൾ, 4 പില്ലേഴ്സ് ആയിട്ട് പറയുന്നത്.
ഡിറ്റക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടി ബി കേസുകളെയും എത്രയും നേരത്തെ കണ്ടെത്തുക, ഇതാണ് ഡിറ്റക്ട്. അപ്പൊ എല്ലാ ടി ബി കേസുകളെയും എത്രയും നേരത്തെ കണ്ടെത്താനായിട്ട് നമ്മുടെ സ്ട്രാറ്റജീസിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മോളിക്കുലാർ ടെസ്റ്റിനെ കൂടുതലായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മോളിക്കുലാർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മിയർ മൈക്രോസ്കോപ്പിൽ നിന്ന് മോളിക്കുലാർ ടെസ്റ്റിലേക്ക് പോകുമ്പോൾ സെൻസിറ്റിവിറ്റി കൂടിയിരിക്കുന്ന ടെസ്റ്റുകൾ ആയതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അതിനെ പിക്ക് ചെയ്യാൻ സാധിക്കും. മൈക്രോസ്കോപ്പിയിൽ 1 ml നമുക്ക് 10,000 ബാസിലെ ഉണ്ടെങ്കിലാണ് നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ മോളിക്കുലാർ ടെസ്റ്റിൽ ചിലപ്പം 1 ml 250 ബാസിലെ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കും. വളരെ നേരത്തെ സെൻസിറ്റീവ് ആയിട്ട് കണ്ടെത്താൻ സാധിക്കുന്ന മോളിക്കുലാർ ടെസ്റ്റിംഗ് കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് NTP ശ്രമിക്കുന്നുണ്ട്. ആ ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാ ടി ബി കേസും കണ്ടെത്തണം, അത് എത്രയും നേരത്തെ കണ്ടെത്തണം. ഇതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഇനി ഒരു സ്ട്രാറ്റജിയിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പാസീവ് കേസ് ഫൈൻഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് രോഗലക്ഷണമുള്ള ആളുകൾ ആശുപത്രിയിലേക്കോ ഹെൽത്ത് സെന്ററിലേക്കോ തേടിയെത്തുമ്പോൾ അന്നേരമാണ് നമ്മൾ ടി ബി സംശയിക്കുകയും റെഫർ ചെയ്യുകയും ചെയ്യുന്നത്. അത് മാറിയിട്ട് ആക്റ്റീവ് കേസ് ഫൈൻഡിങ്ങിലേക്കാണ് കടന്നിരിക്കുന്നത്. ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സിസ്റ്റം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് വളറബിൾ ആയിട്ടുള്ള ആൾക്കാരെ, അതായത് ടി ബി വരാൻ സാധ്യതയുള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടെത്തി അവർക്ക് സിംറ്റംസ് ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ രീതിയിലുള്ള ടെസ്റ്റുകൾ ഓഫർ ചെയ്യുകയും ചെയ്യുന്ന ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് എന്ന് പറയുന്ന സ്ട്രാറ്റജി. ഇതും എന്തിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുക, എത്രയും നേരത്തെ ടി ബി കേസുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. അപ്പൊ ഇത്തരത്തില് ഡിറ്റക്റ്റിന്റെ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മോളിക്കുലാർ ടെസ്റ്റുകൾ വരുന്നു, ആക്റ്റീവ് കേസ് ഫൈൻഡിങ്ങിലേക്ക് പ്രോഗ്രാം മുഴുവനായിട്ട് ഫോക്കസ് ചെയ്യുന്നു നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ ഡീസെൻട്രലൈസ് ചെയ്യപ്പെടുന്നു ടെസ്റ്റുകൾ. അതായത് എത്രമാത്രം നമുക്ക് വീടിന്റെ അരികിൽ കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം ഡീസെൻട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡിറ്റക്റ്റിലെ NTPയുടെ സ്ട്രാറ്റജി. ഉദാഹരണത്തിന് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ഇന്ത്യയിൽ രാജ്യമൊട്ടാകെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു മെയിൻ കമ്പോണന്റ് ആയിട്ട് ടി ബി ഡിറ്റക്ഷൻ മാറുകയാണ്. എത്രമാത്രം വീടിന്റെ അടുത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ, സബ് സെന്ററിൽ കൊടുക്കാൻ സാധിക്കുമോ, വീട്ടിൽ കൊടുക്കാൻ സാധിക്കുമോ, അതാണ് പ്രോഗ്രാമിന്റെ ഡിറ്റക്റ്റിന്റെ ലക്ഷ്യങ്ങളായിട്ട് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ഇത് കൂടാതെ നേരത്തെ നമ്മൾ ട്രീറ്റ്മെന്റ് ആസ്പെക്ട് ആയിരുന്നു ഹൗസ് ടു ഡോർ അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഡിറ്റക്റ്റും കൂടെ ഹൗസ് ടു ഹൗസ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിന്റെ അടുത്ത് തന്നെ ചെയ്യപ്പെടുന്ന ഒരു രീതി എത്തുകയാണ് അല്ലെ? കാരണം ഈ ടി ബി ഒരു എയർബോൺ ഡിസീസ് ആണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതിന്റെ ട്രാൻസ്മിഷൻ, അതായത് നമ്മൾ കണ്ടെത്താൻ വൈകും തോറും ആ രോഗിക്ക്, അതായത് ടി ബി ഇന്ന് എന്റെ ലക്ഷണം തുടങ്ങി എന്റെ രോഗം നിർണ്ണയിക്കപ്പെടുന്നവരെ ശരാശരി ഒരു 6 ആഴ്ച കാലതാമസം ഉണ്ടെന്ന് നമുക്കൊന്ന് സങ്കല്പിച്ചു. ഈ 6 ആഴ്ച കാലത്തോളം ഈ രോഗം പകർത്താനായിട്ട് ഈ പറഞ്ഞ വ്യക്തിക്ക് സാധിക്കും. നമ്മൾ സാധാരണ രീതിയിൽ സ്വാഭാവികമായിട്ടും ഈ കാലയളവിനകം ചികിത്സ തുടങ്ങിയില്ല. രോഗം കണ്ടെത്തിയാലല്ലേ ചികിത്സ തുടങ്ങാൻ പറ്റും. രോഗം കണ്ടെത്താതെ സമൂഹത്തിൽ അദ്ദേഹം നിലനിൽക്കുകയും അതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് രോഗം പകരാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഏർലി ഡയഗ്നോസിസ് ആണ്. ഈ 6 ആഴ്ച കാലം നമുക്ക് 4 ആഴ്ചയായിട്ട് കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനൊരു മീൻ ഡ്യൂറേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ കുറയ്ക്കാൻ സാധിച്ചാൽ തന്നെ, അതായത് വളരെ നേരത്തെ കേസുകൾ കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ട്രാൻസ്മിഷനിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. നമ്മൾ എലിമിനേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ചിന്തിക്കുമ്പോൾ ട്രാൻസ്മിഷനെ കുറിച്ച് ചിന്തിക്കണം. ഇപ്പൊ ഏർലി ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഉള്ള സ്റ്റെപ്പുകളെ കുറിച്ചാണ് നമ്മളിപ്പം സംസാരിച്ചത്. ഇത് കൂടാതെ ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർക്ലോസിന്റെ ഏർലി ഡയഗ്നോസിസ്. പണ്ടൊക്കെ ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി നമ്മൾ ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ടി ബി കൊടുത്ത് മരുന്നുകൾ കൊടുത്ത് അത് ഏൽക്കാതെ വരുമ്പോൾ അത് ഫെയിലിയർ ആകുമ്പോഴത്തേക്ക് പിന്നീടാണ് ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി സംശയിച്ച് നമ്മൾ ബാക്കി ടെസ്റ്റിംഗിലേക്ക് പോകുന്നത്. പക്ഷെ അത് എത്രയും നേരത്തെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പൊ പ്രോഗ്രാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിറ്റക്റ്റിൽ അങ്ങനെ എന്ന് വെച്ച് ട്രീറ്റ്മെന്റിൽ നമ്മൾ ഒട്ടും പുറമോട്ട് പോയില്ല. ട്രീറ്റ്മെന്റ് വീണ്ടും സ്ട്രെങ്തൻ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ട്രീറ്റ്മെന്റിൽ പ്രധാനമായിട്ട് സംഭവിച്ചത് പേഷ്യന്റ് സെൻട്രിക് ആകുക എന്നുള്ളതാണ്. പ്രോഗ്രാം സെൻട്രിക് അല്ല, പേഷ്യന്റ് സെൻട്രിക് എന്ന് പറയും. പേഷ്യന്റ് സെൻട്രിക് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ് നടുക്ക് നിൽക്കുന്നത്, അതിന് ചുറ്റുമാണ് സിസ്റ്റംസ് ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. അതായത് പേഷ്യന്റ് ആണ് VIP എന്ന് നമ്മൾ പറയുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് പേഷ്യന്റിന് ചുറ്റും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് ഏറ്റവും അടുത്ത് നമുക്ക് കെയർ കൊടുക്കാൻ സാധിക്കുക, ഡീസെൻട്രലൈസ്ഡ് കെയർ കൊടുക്കാൻ സാധിക്കുക. അത് ഇപ്പം ചെറിയ ഉദാഹരണത്തിന് ഡ്രഗ് റെസിസ്റ്റന്റ് TB പണ്ട് ചികിത്സിക്കാനായിട്ട് കേരളത്തിൽ തന്നെ ഒന്നുകിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരണം അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണമായിരുന്നു. പക്ഷെ ഇന്ന് ആ ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്തരത്തിൽ എത്രമാത്രം ഡീസെൻട്രലൈസ് ചെയ്യാൻ സാധിക്കുമോ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് സെൻട്രിക് ആയിട്ട് അങ്ങനെ ചെയ്യുക. പേഷ്യന്റിന് ഒരുപാട് ഗുളികകൾ കഴിക്കുന്നതിന് പകരം ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് കൊണ്ടുവരിക.
പേഷ്യന്റിന് ഈ ലോങ്ങർ ഡ്യൂറേഷൻ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഡ്രഗ് റെസിസ്റ്റന്റ് TB അതിനെ ഷോർട്ടർ ആക്കാൻ പറ്റുന്ന റെജിമെന്റ്സ് കൊണ്ടുവരിക, ഗുളികളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഏറ്റവും പ്രധാനം ട്രീറ്റ്മെന്റ് സപ്പോർട്ട് എന്ന് പറയുന്ന സിസ്റ്റംസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം 6 മാസ കാലയളവ് ചുരുങ്ങിയത് മരുന്ന് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് സിസ്റ്റംസ് കൂടുതൽ വേണം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന പോലെ സപ്പോർട്ട് സിസ്റ്റം ഉദ്ദേശിക്കുന്ന ഈ ന്യൂട്രീഷണൽ ആസ്പെക്റ്റും പിന്നെ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റും പിന്നെ ഈ സോഷ്യൽ, അതായത് നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അതും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും. കാരണം ഈ നമുക്കറിയാമല്ലോ, ഒരു TB പേഷ്യന്റിന് 6 മാസം മരുന്ന് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് ഒരുപാട് രീതിയിലാണ്, പലർക്കും പല രീതിയിലാണ് സപ്പോർട്ട് ആവശ്യം വരുന്നത്. മിക്കവാറും ആളുകൾക്ക് ന്യൂട്രീഷണൽ സപ്പോർട്ട് വേണ്ടി വരുന്നു, ചിലർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണ്ടി വരുന്നു, ചിലർക്ക് അവരുടെ ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നു, ചിലർക്ക് അവരെ ഒന്ന് സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും, ചിലർക്ക് കൃത്യമായിട്ടുള്ള നോളജ് കൊടുക്കുക എന്ന് പറയുന്നൊരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരും, ചിലർക്ക് ഫാമിലിയിലുള്ള സപ്പോർട്ട്, ഡി അഡിക്ഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് തുടങ്ങിയ സപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ സോഷ്യൽ വെൽഫെയർ സ്കീമുകളെ കുറിച്ച് അവരെ അവെയർ ആക്കുകയും അതിലേക്ക് കറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന സപ്പോർട്ടുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തില് ധാരാളം സപ്പോർട്ടുകൾ, ഒരുപക്ഷെ അവർക്ക് ചിലപ്പം ഒന്ന് ആശുപത്രിയിൽ പോകാനുള്ള സപ്പോർട്ടുകൾ വേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ധാരാളം സപ്പോർട്ടുകൾ പേഷ്യൻസിന് ആവശ്യമായിട്ടുണ്ട്. ഈ സപ്പോർട്ടുകൾ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കാലാവധി, ട്രീറ്റ്മെന്റ് ചികിത്സ കൃത്യമായിട്ട് എടുത്തു എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സംഭവിക്കുന്ന എന്താ നമുക്കറിയാമല്ലോ, അവർ ലോസ്റ്റ് ഫോളോ അപ്പ് ആവുകയും ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകും, പിന്നീട് ഡ്രഗ് റെസിസ്റ്റന്റ് TB ആയിട്ട് വരികയും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ പേഷ്യന്റ് സപ്പോർട്ട് സിസ്റ്റത്തിന് നമുക്ക് പരമാവധി ഒരു എന്തുമാത്രം നമുക്ക് കൊടുക്കാൻ സാധിക്കും അത്രമാത്രം കൊടുക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറെ ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് എല്ലാ മാസവും 500 രൂപ വെച്ച് ന്യൂട്രീഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ചില സ്കീമുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തദ്ദേശീയ ഗവൺമെന്റുകൾ, ഉദാഹരണത്തിന് കേരള സംസ്ഥാന സർക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വഴി TB പെൻഷൻ കൊടുക്കുന്നുണ്ട്. ചികിത്സാ കാലയളവിൽ അത്രയും TB പേഷ്യൻസിന് 1600 രൂപ ഒരു ഫിക്സഡ് ഫാമിലി ഇൻകത്തിന് ബിലോ ആയിട്ടുള്ള ആൾക്കാർക്ക് 1600 രൂപ ഫാമിലി പെൻഷൻ കൊടുക്കുന്നുണ്ട്. പഞ്ചായത്തുകൾ പ്രത്യേകിച്ചും ധാരാളം സപ്പോർട്ട്, നീഡ് ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ TB പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക്. ഇനി ഈവൻ അവരുടെ എക്സ്റ്റെൻഡ് എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ആ പേഷ്യന്റ് ആവശ്യം അത് എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും പഞ്ചായത്തുകളും നേരത്തെ സൂചിപ്പിച്ച ട്രീറ്റ്മെന്റ് സപ്പോർട്ട് ഗ്രൂപ്പുകളും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നല്ല റിസൾട്ടുകൾ അത്തരം സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിന്റെ ലോസ്റ്റ് ഫോളോ അപ്പ് റേറ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4% ഉണ്ടായിരുന്നു. അതായത് 100 പേര് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 പേര് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുമായിരുന്ന 2015 നിന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അത് 1%. അതായത് 100 പേരിൽ ഒരാൾ മാത്രമാണ് വിട്ടുപോകുന്നത്. ബാക്കി 99 പേരും കൃത്യമായിട്ട് നമുക്ക് ചികിത്സ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് ഗ്രൂപ്പുകളുടെയും പഞ്ചായത്തുകളുടെയും സർക്കാരുകളുടെയും എല്ലാ സർക്കാരുകളുടെയും, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ്. അപ്പൊ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് സപ്പോർട്ടുകൾ പേഷ്യൻസിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു NTPയുടെ ഒരു ആശയമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം വെറും ഒരു ഡോട്ട് പ്രൊവൈഡറിന് പകരം ആ പേര് തന്നെ മാറ്റുകയും ട്രീറ്റ്മെന്റ് സപ്പോർട്ടറെയാണ് അസൈൻ ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ RNTCP ഡോട്ട് പ്രൊവൈഡറാണ് അസൈൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് സപ്പോർട്ടർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഈ പറഞ്ഞ ആ പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരാളിനെയാണ് ട്രീറ്റ്മെന്റ് സപ്പോർട്ടറായിട്ട് വിളിക്കുന്നത്. അപ്പൊ വെറുതെ മരുന്ന് മാത്രം കൊടുത്താൽ പോരാ, ബാക്കിയുള്ള സപ്പോർട്ടും ആവശ്യമുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാനം നമ്മൾ ഡിറ്റക്റ്റിനെ കുറിച്ചും ട്രീറ്റിനെ കുറിച്ചും പറഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ട് പ്രിവെൻഷനിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങി പ്രോഗ്രാം. നേരത്തെ പ്രിവെൻഷനുള്ള ഫോക്കസ് വളരെ കുറവായിരുന്നു. ഇപ്പൊ പ്രിവെൻഷനിലേക്ക് ഫോക്കസ് ചെയ്തു. TB പ്രിവെൻഷൻ ശരിക്കും പറഞ്ഞാൽ എയർബോൺ ഡിസീസ് ആയതുകൊണ്ട് എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന സാധനത്തിൽ ഒരുപാട് ഫോക്കസുകളുണ്ട്. കോവിഡ് വന്നപ്പോഴത്തേക്ക് കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ് നമ്മൾ കണ്ടതാണ്. ഈ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഈ പറഞ്ഞ മൂക്കും വായും മൂടുക, ആശുപത്രികൾക്കകത്തുള്ള എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ, അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് TB പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്ന സാധനം സ്കെയിലപ്പ് ചെയ്യാനായിട്ട് NTP തീരുമാനിച്ചു എന്നുള്ളതാണ്. TB പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹൗസ് ഹോൾഡ് കോൺടാക്ട്സിന് പ്രതിരോധ ചികിത്സ എന്ന് പറയും. ഹൗസ് ഹോൾഡ് കോൺടാക്ട്സ് അല്ലെങ്കിൽ പീപ്പിൾ ലിവിംഗ് വിത്ത് HIV അല്ലെങ്കിൽ TB വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് പ്രതിരോധ ചികിത്സ, വൾനറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, അതായത് TB കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർ. അതെ, ഓൾറെഡി TB അസുഖം വരാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് അത് വരാതിരിക്കാൻ, എല്ലാവരെയും അല്ല, ഞാൻ പറഞ്ഞ ആ സ്പെസിഫിക് ഗ്രൂപ്പുകളെ മാത്രം കണ്ടെത്തുകയും അവർക്ക് പ്രതിരോധ ചികിത്സ കൊടുക്കാനായിട്ടുള്ള വലിയ സ്റ്റെപ്പ് പ്രോഗ്രാമാറ്റിക് മാനേജ്മെന്റ് ഓഫ് TB പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്ന വലിയ കാൽവെപ്പ്
ഇന്ത്യ എടുത്തു, അല്ലെങ്കിൽ NTP എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്. ലാസ്റ്റ് ആയിട്ട്, ഞാൻ സമയം കൂടുതൽ എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം, നമ്മൾ ഇതിന്റെ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നതിൽ കൂടി TB പ്രിവെൻഷൻ ഒരുപാട് അതിനൊരു എഫക്റ്റ് വന്നിട്ടുണ്ടെന്ന് സാറിന് എന്താണ് ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് സംശയമില്ല. തീർച്ചയായിട്ടും എയർബോൺ ഡിസീസ് ആണ് ട്യൂബർക്ലോസിസ് എന്നുള്ളത് കൊണ്ട് തന്നെ രോഗമുള്ള ആളുകൾ മാസ്ക് കൃത്യമായിട്ട് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ അതിന്റെ ട്രാൻസ്മിഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും, അതിന് സംശയമില്ല. പക്ഷേ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അതുകൊണ്ട് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റൊരു വശം കൂടെ ആലോചിക്കും. TB ട്രാൻസ്മിഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വീടിനകത്താണെന്ന് സങ്കല്പിക്കുക, ഹൗസ് ഹോൾഡ് കോൺടാക്ട്സിന്റെ ഇടയ്ക്കാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. സമൂഹത്തിലെ TB ട്രാൻസ്മിഷനിൽ കുറവ് വന്നിട്ടുണ്ടാവും, പക്ഷേ വീടിനകത്ത് ആരും മാസ്ക് സാധാരണ ഉപയോഗിക്കാറില്ല. കോവിഡ് കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് ഈ ഡിലേ ഇൻ ഡയഗ്നോസിസ് കാര്യമായിട്ട് ഉണ്ടായിരുന്നു. കാരണം കോവിഡിന്റെ പുറകെ സിസ്റ്റം ഓടിയപ്പോഴത്തേക്ക്, ചുമയ്ക്കാൻ തന്നെ ആൾക്കാർ ഭയപ്പെട്ടു തുടങ്ങിയ സമയം വന്നപ്പോഴത്തേക്ക്, ആശുപത്രിയിലേക്ക് പോകാൻ തന്നെ ആളുകൾക്ക് ഭയമായി തുടങ്ങിയപ്പോഴത്തേക്ക്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ചുമയുണ്ടെങ്കിൽ പോലും അത് TB ആണ് എന്ന് കണ്ടെത്താനായിട്ടുള്ളൊരു ഡിലേ കൂടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കൂടിയതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ധാരാളം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടുകയും വീട്ടിനകത്ത് ആൾക്കാർ മാസ്ക് ധരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഹൗസ് ഹോൾഡിന്റെ ഇടയ്ക്ക് TB ട്രാൻസ്മിഷൻ കൂടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് അനുമാനം. സമൂഹത്തിൽ TB ട്രാൻസ്മിഷൻ കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഹൗസ് ഹോൾഡിന്റെ ഇടയ്ക്ക് TB ട്രാൻസ്മിഷൻ കൂടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് അനുമാനം. ചോദ്യത്തിന് ഉത്തരം, നമ്മളൊരു ക്വാറന്റൈൻ മോഡിലായിരുന്നല്ലോ അല്ലെ? 2 വർഷത്തോളം കുട്ടികളും വലിയവരും വയസ്സായവരും എല്ലാരും, ചിലവരൊക്കെ ഒരു മുറി ആയിരിക്കും ക്വാറന്റൈൻ എന്ന് പറഞ്ഞിട്ട് ഇരുന്നത്. അപ്പം സർ പറഞ്ഞതിലൊരു അതൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആ ഒരു രീതിയിലും സർ ഇതൊക്കെ നമ്മള് ഈ നമ്മുടെ ഹെൽത്ത് സ്റ്റാഫുകളും അല്ലെങ്കിൽ TB സപ്പോർട്ടേഴ്സും എല്ലാരും കൂടെ ഒരുപാട് പ്രവർത്തനം ചെയ്യുന്നുണ്ട് എലിമിനേഷന് വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇതിനൊക്കെ ഒരു കേസ് കൂട്ടാനും ഇതിനൊക്കെ വേറൊരു സപ്പോർട്ടുണ്ട്, അതായത് ഡിജിറ്റൽ സപ്പോർട്ട്. ഈ ഡിജിറ്റൽ സപ്പോർട്ട് എങ്ങനെയാണ് ഇതിന് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ടെക്നോളജിയെ പരമാവധി ഉപയോഗിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരം ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണ് NTP എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഒന്നാണ് നിക്ഷയ് എന്ന് പറയുന്ന അത് റിയൽ ടൈം വെബ് ബേസ്ഡ് കേസ് ബേസ്ഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ശരിക്കും ഇത്ര മനോഹരമായ ഒരു സിസ്റ്റം, ശരിക്കും പറഞ്ഞാൽ ആ സങ്കല്പം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിന്റെ കാസ്കേഡിൽ ത്രൂ ഔട്ട് ആയിട്ട് പേഷ്യന്റിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുകയും അദ്ദേഹത്തിന്റെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് ഓരോ സമയത്തും കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യപ്പെടുകയും റിയൽ ടൈം ആയിട്ട് കേസ് ബേസ്ഡ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയൊരു സിസ്റ്റമാണ് നിക്ഷയ്. അതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇൻഫർമേഷൻ, അതായത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനം വളരെ റിയൽ ടൈം ആയിട്ട് ഇപ്പം NTPയിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരു പ്രസംപ്റ്റീവ് TBയെ നമ്മൾ റെഫർ ചെയ്യുകയും അദ്ദേഹത്തിന് അല്ലെങ്കിൽ TB ഡയഗ്നോസ് ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ആ വിവരം ഉണ്ടാവും. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുക, പിന്നീട് അദ്ദേഹത്തിന് ലഭിക്കേണ്ട മറ്റ് സാധനങ്ങൾ, ഉദാഹരണത്തിന് ഡ്രഗ് സസെപ്റ്റിബിൾ ടെസ്റ്റിംഗ് കിട്ടിയോ, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കിട്ടിയോ, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറുകൾ കിട്ടിയോ, കോമോർബിഡിറ്റി മാനേജ് ചെയ്യപ്പെട്ടോ, അദ്ദേഹത്തിന്റെ ഹൗസ് ഹോൾഡ് കോൺടാക്ട്സിന് കീമോ പ്രൊഫൈലാക്സിസ് കിട്ടിയോ എന്നൊക്കെ ട്രാക്ക് ചെയ്യുകയും ഔട്ട്കം കൊടുക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ രീതിയിൽ ഹെൽത്ത് സിസ്റ്റത്തെ സഹായിക്കുന്ന ഒരു മനോഹരമായ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഉപയോഗമാണ് നമ്മൾ നിക്ഷയിലൂടെ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആ രീതിയിൽ കൊണ്ടുവന്ന മറ്റ് പല ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉണ്ട്, ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ MCTS, HMIS പോലത്തെ സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ നിക്ഷയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ട്രാൻസാക്ഷൻ ബേസ്ഡ് ആണ്. അതായത് ഡേറ്റ എൻട്രി സിസ്റ്റം അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രാൻസാക്ഷൻ ബേസ്ഡ് സിസ്റ്റംസ് ആണ്. അതായത് ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് ഗുണമുണ്ട്, ഉപയോഗിക്കുന്ന ആൾക്ക് കൂടി അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നു. ഡേറ്റ എൻട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം അല്ല നിക്ഷയ്. പക്ഷേ ആ പേഷ്യന്റിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന ആൾക്ക് കൂടുതൽ ഗുണം ഉണ്ടാവാനും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മൊബൈൽ ഫോണിലൂടെ എൻട്രി ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നിക്ഷയ്. അപ്പൊ ഞാൻ നിക്ഷയെ കുറിച്ച് ഉള്ള കാര്യം പറഞ്ഞു. 99 dots എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. 99 dots സാധാരണ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പേഷ്യന്റിന് കൊടുക്കുന്ന മരുന്ന് നമ്മളൊരു സ്ലീവിനകത്ത് ഇട്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ഒരു സ്ലീവിനകത്ത് ഇട്ട് കൊടുക്കുന്നു. പേഷ്യന്റ് ആ മരുന്ന് തുറക്കുമ്പോഴത്തേക്ക്, അതായത് ഇന്നത്തെ ഗുളിക ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു നമ്പർ ഉണ്ടാവും, ഒരു ടോൾ ഫ്രീ നമ്പറാണ് ഉണ്ടാകും. ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് പേഷ്യന്റ് തന്റെ രജിസ്റ്റേർഡ് ഫോണിൽ നിന്ന്
മരുന്ന് തുറന്നു കഴിയുമ്പോൾ ആ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യും. കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. രാജശേഖരൻ എന്ന് പറയുന്ന പേഷ്യന്റ് ഇന്ന് അദ്ദേഹത്തിന്റെ മരുന്ന് തുറന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി അഥവാ 3 മണിയായിട്ടും ആ പേഷ്യന്റ് മരുന്ന് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു റിമൈൻഡർ പോവുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഇന്ന് മരുന്ന് കഴിച്ചിട്ടില്ല, ദയവായി നിങ്ങൾ മരുന്ന് കഴിക്കണം എന്നുള്ള രീതിയിൽ ഒരു റിമൈൻഡർ അദ്ദേഹത്തിന് പോവുകയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് സപ്പോർട്ടർക്കും അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന അവിടുത്തെ കൺസേൺഡ് ആയിട്ടുള്ള നമ്മുടെ ഫീൽഡ് വിഭാഗം ഉദ്യോഗസ്ഥർക്കും എല്ലാം റിമൈൻഡർ ആയിട്ട് പോവുകയാണ്. അപ്പൊ 99 ഡോട്ട്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പേഷ്യന്റിനെ സഹായിക്കാനായിട്ട്, അദ്ദേഹത്തിന്റെ അഡ്ഹറൻസ് മോണിറ്റർ ചെയ്യാനായിട്ട്, അദ്ദേഹത്തെ മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലുള്ള 99 ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായി വരുന്നത് കുറച്ചുകൂടെ പേഷ്യന്റ് സെൻട്രിക് ആണ്. അതായത് എല്ലാ ദിവസവും നമ്മൾ ചെന്ന് ഇതൊരു അഡിയറൻസ് നമ്മൾ മോണിറ്റർ ചെയ്യാനോ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. അതായത് നേരത്തെ നമ്മൾ അഡ്ഹറൻസ് എൻഷുർ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല കേട്ടോ. അതിനകത്ത് നമുക്ക് ചില ഹ്യൂമൻ ടച്ചുകൾ തീർച്ചയായിട്ടും വേണം. ടെക്നോളജി വരുമ്പോഴത്തേക്ക് എല്ലാം ടെക്നോളജി ചെയ്യും നമ്മൾ വിശ്വസിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് എപ്പോഴും ടച്ച് കമ്പോണന്റ് കൂട്ടി വെക്കുക തന്നെ വേണം. നമ്മൾ ഹൈടെക് ആകുന്തോറും ടച്ച് കമ്പോണന്റ് കുറയ്ക്കാൻ പാടില്ല. അതായത് ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്ന കമ്പോണന്റ് അതുപോലെ നിലനിർത്തണം. പക്ഷെ നമ്മളെ മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കും ഈ അഡ്ഹറൻസ് മോണിറ്റർ ചെയ്യാനായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിക്ഷയ ഓപ്പൺ ചെയ്ത് നമ്മുടെ മൊബൈലിൽ നോക്കിയാൽ, ഇപ്പൊ ഉദാഹരണത്തിന് രാജ്യത്തിൽ നിന്ന് ഞാൻ ഇന്ത്യയുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമാവധി ഉദ്യോഗസ്ഥനാണ് തുറന്നു നോക്കുന്നതെന്നുണ്ട് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഓരോ പേഷ്യൻസും എങ്ങനെയാണ് അഡ്ഹറൻസ്, ഇന്ന് മരുന്ന് കഴിച്ചവർ എത്രയാണ്, ഇന്ന് കഴിക്കാത്തവർ എത്രയാണ്, കഴിക്കാത്തവർക്ക് എന്തെല്ലാം ആക്ഷൻസ് എടുത്തു എന്നുള്ളതിനെ കുറിച്ചെല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുകയും അവരെ അതിന് പേഷ്യന്റിനെ തിരിച്ച് സഹായിക്കാൻ സാധിക്കും. അത് മൾട്ടിപ്പിൾ ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഗുണങ്ങൾ വരത്തക്ക രീതിയിലുള്ള ടെക്നോളജീസ് അതിനകത്ത് ആ രീതിയിലാണ് ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടെക്നോളജി വരുന്തോറും ടച്ച് കമ്പോണന്റ് ഒട്ടും കുറയ്ക്കാനായിട്ട് പറ്റാത്ത ഒരു മേഖലയാണ് NTP അല്ലെങ്കിൽ ട്യൂബർക്ലോസിസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സ്റ്റിഗ്മ അസോസിയേറ്റഡ് വൺ ഓഫ് ദ ഡിസീസ് വിത്ത് സ്റ്റിഗ്മ അസോസിയേഷൻ ഉള്ളത് TB ആണ്. അപ്പൊ നമ്മൾ ആ ടച്ച് കമ്പോണന്റ് ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ ഡിജിറ്റൽ സിസ്റ്റം വന്നതോടെ എന്ന് പറയുന്നത് വളരെ ഒരു എന്ന് വെച്ചാൽ എലിമിനേഷൻ ഫേസിനും അതിനൊരു പേസ് കൂട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് ടച്ച് കോമ്പണന്റ് ഡെഫിനറ്റ്ലി വേണം എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. പിന്നീട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് വേറെ ഉണ്ട്. ഉദാഹരണത്തിന് ഇതിന്റെ തന്നെ വലിയ വേരിയേഷൻസ് MERM ബോക്സ് എന്ന് പറയും, മെഡിക്കേഷൻ ഇവന്റ് റിമൈൻഡർ എന്ന് പറയുന്ന ബോക്സുകൾ. അതെല്ലാം അഡ്ഹറൻസുമായിട്ട് ബന്ധപ്പെട്ടത്. പേഷ്യന്റിന് അല്ലെങ്കിൽ സിറ്റിസൺസിന്, സാധാരണ ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടത്തക്ക രീതിയിൽ TB ആരോഗ്യ സാഥി ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ്, ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടത്തക്ക രീതിയിൽ എല്ലാവർക്കും അവൈലബിൾ ആകാത്ത രീതിയിൽ ആപ്ലിക്കേഷൻസ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഡിജിറ്റൽ ടെക്നോളജീസ് പ്രോഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും ഉപയോഗിക്കുന്നുണ്ട്, കൂട്ടത്തിൽ NTP ഉപയോഗിക്കുന്നുണ്ട്. എവിടെയെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുമോ, ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജി അല്ലെങ്കിൽ പോലും ഉദാഹരണത്തിന് ഒരു റൂറൽ ഏരിയയിൽ ചെസ്റ്റ് എക്സ്റേ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ഏരിയയിൽ അത് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് അതിനകത്ത് ഇദ്ദേഹത്തിനെതിരെ TB സംശയിക്കണോ വേണ്ടായോ എന്ന് പറയത്തക്ക രീതിയിൽ, കമ്പ്യൂട്ടർ പറയത്തക്ക രീതിയിലുള്ള സിസ്റ്റംസ് ഇന്ന് പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്, പല സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അത് പറയും, ദിസ് ഈസ് എ പ്രിസംപ്റ്റീവ് TB കേസാണ്, സോ കൺസിഡർ ട്യൂബർക്ലോസിസ്, ഫർദർ ഇവാലുവേറ്റ് ഫോർ ട്യൂബർക്ലോസിസ് എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്റേ നോക്കിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന സിസ്റ്റംസ്, മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന സിസ്റ്റംസ് പലയിടത്തായിട്ട് അങ്ങനെയുള്ള ടെക്നോളജീസ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞു NTP കുറിച്ചാണ് നമ്മളിപ്പം പുതിയതായിട്ട് NTP വന്ന ആ ചേഞ്ചിനെ കുറിച്ചും അതിന്റെ ഹൈലൈറ്റ്സിനെ കുറിച്ചുമാണ് നമ്മളിപ്പോ സംസാരിച്ചത്. ഇനി നമുക്ക് അറിയാനുള്ളത്, ഇപ്പോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള ഇപ്പൊ വരെ ഉള്ള നമ്മൾ ഇത് ഇംപ്ലിമെന്റേഷനിൽ എന്തായിരുന്നു ചാലഞ്ചസ്? അതായത് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുക, ഒരു പ്രോഗ്രാം ഉണ്ടാക്കി പക്ഷെ ആൾക്കാരിലേക്ക് എത്തിച്ച് അതിന്റെ ആ എയിംസും ഒബ്ജക്റ്റീവ്സും എല്ലാം ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ അതിനെ തരണം ചെയ്തതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് TB എലിമിനേഷനെ സംബന്ധിച്ച് ധാരാളം ചാലഞ്ചസ് ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് TB എപ്പിഡമിയോളജി പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ്. ഉദാഹരണത്തിന് കേരളത്തിന് ആവശ്യമുള്ള സ്ട്രാറ്റജി ആയിരിക്കില്ല ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ ആവശ്യമായിട്ട് വരിക, അതായിരിക്കില്ല ഒരുപക്ഷെ ആസാമിൽ ആവശ്യമായിട്ട് വരിക. അവിടുത്തെ TB നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ വ്യത്യാസമാണ്, അവിടുത്തെ സിസ്റ്റംസ് വ്യത്യാസമാണ്, അവിടുത്തെ TB എപ്പിഡമിയോളജി തന്നെ വ്യത്യാസമാണ്.
കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു എൽഡർലിയുടെ അസുഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോഴും യങ്ങർ ജനറേഷനിലും 20 വയസ്സ് ആവറേജ് മീൻ ഏജ് ഉള്ള ആൾക്കാരിലും വരുന്ന അസുഖമായിട്ട് TB നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളും ഉണ്ട്. ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ വൺ സൈസ് ഷൂ ഡസൻ ഫിറ്റ് ഓൾ എന്നാണ് നമ്മളായിട്ട് പറയാറ്. അതായത് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നമ്പർ 9 ചെരുപ്പ് വാങ്ങാൻ പറ്റില്ലല്ലോ. ചിലർക്ക് 8 വേണം, ചിലർക്ക് 7 വേണം, ചിലർക്ക് 10 വേണം, ചിലർക്ക് 11 വേണം, ചിലർക്ക് 15 വേണം. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ കാലാകാലങ്ങളായിട്ട് തുടരുന്ന TB എലിമിനേഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് അതാണ്. അത് സ്ട്രാറ്റജീസ് നമുക്ക് അത് ലോക്കലി കസ്റ്റമൈസ് ചെയ്യപ്പെട്ടു. ലോക്കലി കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ആവശ്യം. ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം പറയാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. TB HIV എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ് പല സ്ഥലങ്ങളിലും. NTP TB HIV ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് ചിലപ്പം ഫോക്കസ് ചെയ്യേണ്ടത് HIV ആയിരിക്കില്ല. കാരണം HIV ഓൾറെഡി വളരെ കുറഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ പക്ഷേ TB ഡ്രൈവ് ചെയ്യുന്ന ഡയബറ്റിസ് മെലിറ്റസ് ആയിരിക്കും. NCD എന്ന് പറയുന്ന ഡയബറ്റിസ് ആണ് ഒരുപക്ഷെ TB ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ട സ്ട്രാറ്റജീസ് TB ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. നേരെ മറിച്ച് മുംബൈയിൽ TB HIV ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ലോക്കലി കസ്റ്റമൈസ് ചെയ്യപ്പെടേണ്ട സ്ട്രാറ്റജീസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ് ശരിക്കും പറഞ്ഞത്. 2 കാലാകാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, അതായത് TB എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അതൊരു നമ്മൾ വിചാരിക്കുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. നമ്മൾ തമാശക്കാണെങ്കിൽ പോലും ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ഷയരോഗമുക്ത കേരളം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാല് പോഷകാഹാരക്കുറവില്ലാത്ത കേരളം എന്നൊരു അർത്ഥം ഉണ്ട് അതിന്. അതിന്റെ മറ്റൊരു അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാല് പുകയിലയില്ലാത്ത കേരളം. അതാണ് പുകയിലയില്ലാത്ത കേരളം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട് അതിന്. അതല്ലെങ്കിൽ അന്യസംസ്ഥാന അല്ലെങ്കിൽ നമ്മുടെ അതിഥി തൊഴിലാളികൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന കേരളം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. പ്രമേഹ രോഗം ബാധിച്ച എല്ലാവർക്കും കൃത്യമായ ചികിത്സയും അതിനു വേണ്ടിയിട്ടുള്ള പ്രിവെൻഷനും ലഭിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട് അതിന്. മദ്യപാനം എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നമല്ലാതെ മാറിയ കേരളം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട് അതിന്. പട്ടിണി ഇല്ലാത്ത കേരളം അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല ഹൗസിംഗ് കണ്ടീഷൻസ് ഉള്ള കേരളം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. വായു മലിനീകരണം ഇല്ലാത്ത കേരളം എന്ന് പറയുന്ന അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാല് TB എലിമിനേഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരു ഭാഗം മാത്രമാണ് ശരിക്കും പ്രോഗ്രാമിന് ചെയ്യാൻ സാധിക്കുക. TB പേഷ്യൻസിനെ കണ്ടെത്തുക, ചികിത്സിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് TBയെ നിർണ്ണയിക്കുന്ന ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് സോഷ്യൽ ഡിറ്റർമിനൻസോ അല്ലെങ്കിൽ മറ്റു ഡിറ്റർമിനൻസോ, നമ്മൾ പറഞ്ഞ പോലെ പോവർട്ടി ആയിക്കോട്ടെ, മാൽന്യൂട്രീഷൻ ആയിക്കോട്ടെ, ഹൗസിംഗ് ആയിട്ടെ, ഇൻഡോർ എയർ ക്വാളിറ്റി, അതല്ലെങ്കിൽ ടുബാക്കോ എന്ന് പറയുന്ന സാധനങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഇതിനെല്ലാം അഡ്രസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ചാണ് ശരിക്കും പറഞ്ഞത്. അതിന് നമുക്ക് മൾട്ടി സെക്ടറൽ കൊളാബറേഷൻസ് അല്ലെങ്കിൽ മൾട്ടി സെക്ടറൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സാധനം ആവശ്യമായിട്ട് വരും. അപ്പൊ ഇതൊരു വലിയ ചലഞ്ചാണ് ശരിക്കും. ഒരു പ്രോഗ്രാമിനെ കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പം എവരിബഡി ഹാസ് എ റോൾ എന്നുള്ള രീതിയിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ആ രീതിയിൽ ഒരുപാട് സ്റ്റെപ്പുകൾ പ്രോഗ്രാം ഇപ്പോൾ എടുക്കുന്നുണ്ട്. മൾട്ടി സെക്ടറൽ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് എവരിബഡി ഹാസ് എ റോൾ, എവരി സിറ്റിസൺ ഹാസ് എ റോൾ, എവരി ഡിപ്പാർട്ട്മെന്റ് ഹാസ് എ റോൾ എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഇപ്പൊ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓണർഷിപ്പിനെ കുറിച്ചാണ്. അതായത് NTPയുടെ ഉത്തരവാദിത്തം ഓണർഷിപ്പാണ് TB പ്രോഗ്രാം എന്ന് പറയുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എലിമിനേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എവരിബഡി ഹാസ് എ റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൊതുവെങ്കിലും തമാശയ്ക്ക് പറയാറുണ്ട് TB വിൽ ഐദർ സെയിൽ ഓർ സിങ്ക് വിത്ത് ദ സിസ്റ്റം, ഹെൽത്ത് സിസ്റ്റം എന്ന് പറയാറുണ്ട്. ഹെൽത്ത് സിസ്റ്റം എവിടെയെല്ലാം സ്ട്രോങ് ആണോ അവിടെയെല്ലാം TB പ്രോഗ്രാം സ്ട്രോങ് ആയിട്ട് നടക്കും. ഹെൽത്ത് സിസ്റ്റം വീക്ക് ആണെന്നുണ്ടെങ്കിൽ TB പ്രോഗ്രാം, TB എലിമിനേഷൻ എന്ന് പറയുന്ന ടാസ്ക് നമുക്ക് അസാധ്യമാണ്. നമുക്ക് പല സ്ഥലങ്ങളിലും സിസ്റ്റംസ് സ്ട്രെങ്തൻ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും നമുക്ക് സിസ്റ്റംസ് ഇനിയും സ്ട്രെങ്തൻ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ടുകൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്നതെല്ലാം ഹെൽത്ത് സിസ്റ്റംസ് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം എഫേർട്ടുകൾ ധാരാളം നടക്കുന്നുണ്ടെങ്കിൽ പോലും സിസ്റ്റംസ് സ്ട്രോങ് ആക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. മറ്റൊന്ന് കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ജനങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഫെൽറ്റ് നീഡായിട്ട് ജനങ്ങൾക്കും കൂടെ തോന്നണമല്ലോ. TB എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ടത് ഒന്നാണ്, അതിൽ എനിക്കൊരു പങ്കുണ്ട്, അത് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന രീതിയിലേക്ക് കമ്മ്യൂണിറ്റി ഓണർഷിപ്പുകൾ വരിക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചലഞ്ചാണ്. അതിന് നല്ല ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ ചെയ്ത് എന്റെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് എന്ന് പറയുന്ന ഓരോ പഞ്ചായത്തുകളും തീരുമാനമെടുക്കുകയും അതൊരു കമ്മ്യൂണിറ്റി ഓണർഷിപ്പിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ആ സാധനം.
എന്റെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത്, എന്റെ ക്ഷയരോഗമുക്ത മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ആ പഞ്ചായത്തിലുള്ള അതിന്റെ ഭരണ ആധികാരികളും ആ പഞ്ചായത്തിലുള്ള ജനങ്ങളും കൂടി തീരുമാനിക്കുകയാണ് ഞാൻ ഇവിടുന്ന് TB എലിമിനേറ്റ് ചെയ്യുമെന്ന്. അതാണ് നമുക്ക് ആവശ്യം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് TB എലിമിനേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഓരോ സംസ്ഥാനവും തീരുമാനിക്കണം ഇവിടുന്ന് TB എലിമിനേറ്റ് ചെയ്യണം, ഓരോ ജില്ലയും തീരുമാനിക്കണം ഇവിടുന്ന് TB എലിമിനേറ്റ് ചെയ്യണമെന്ന്, ഓരോ പഞ്ചായത്തും തീരുമാനിക്കണം, ഓരോ വാർഡും തീരുമാനിക്കണം, ഓരോ വില്ലേജും തീരുമാനിക്കണം ഇവിടുന്ന് TB എലിമിനേറ്റ് ചെയ്യണം. ആ രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ഉണ്ടാകണം. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ജൻ ആന്തോളൻ എന്ന് പോലത്തെ ഒരുപാട് ശ്രമങ്ങൾ, TB ഫോറംസ് പോലത്തെ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനകത്തെല്ലാം ഇനിയും ബഹുദൂരം നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മറ്റൊരു പ്രധാനപ്പെട്ട ചലഞ്ച് ചോദിച്ചുകൊണ്ട് പറയുന്നുള്ളൂ, പ്രൈവറ്റ് സെക്ടർ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ് ശരിക്കും. കാരണം നമ്മുടെ TB എലിമിനേഷൻ, നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് TB എലിമിനേഷൻ പ്രോഗ്രാം അല്ലല്ലോ, അല്ലെങ്കിൽ പ്രൈവറ്റ് TB എലിമിനേഷന് വേണ്ടി വേറെ പ്രോഗ്രാം ഇല്ലല്ലോ. നാഷണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ. അതിനകത്ത് പബ്ലിക് സെക്ടറിൽ പോകുന്ന പേഷ്യൻസ് ആയാലും പ്രൈവറ്റ് സെക്ടറിൽ പോകുന്ന പേഷ്യൻസ് ആയാലും സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആണല്ലോ. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട എല്ലാ കെയറുകളും സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയറും ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അതാത് ജില്ലകളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോബാക്ടീരിയത്തെ സംബന്ധിച്ചും പബ്ലിക് മൈക്രോബാക്ടീരിയൻ TBയും പ്രൈവറ്റ് മൈക്രോബാക്ടീരിയൻ TBയും രണ്ടല്ല, രണ്ടും ഒന്നാണ്. ഒരാൾക്ക് അസുഖം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് TB ആണ്. അതിനകത്ത് നമ്മൾ പബ്ലിക് എന്നോ പ്രൈവറ്റ് എന്നോ വ്യത്യാസം കാണാൻ സാധിക്കില്ല. അപ്പൊ TB എലിമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് സിസ്റ്റംസ് പ്രൈവറ്റിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിസ്റ്റംസ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ജില്ലയിലുള്ള ജില്ലാ TB എലിമിനേഷൻ ഓഫീസർ സർക്കാർ സ്ഥാപനങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഓഫീസറല്ല. ആ ജില്ലയിലുള്ള മുഴുവൻ പോപ്പുലേഷനിൽ നിന്നുണ്ടാകുന്ന TBയെയും എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുമ്പോൾ പ്രൈവറ്റ് സെക്ടറിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് എങ്ങനെയാണ് അവരുടെ സഹായത്തോടു കൂടി സ്റ്റാൻഡേർഡ്സ് ഓഫ് TB കെയർ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും കൂടെ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു ചലഞ്ചാണ്. അതും മനോഹരമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ സിസ്റ്റം ഫോർ TB എലിമിനേഷൻ ഇൻ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ്, പ്രൈവറ്റ് സെക്ടറിന്റെ ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിമനോഹരമായ ഒരു മോഡലാണ്, ഇന്ന് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മോഡലാണ് സ്റ്റെപ്സ്, സിസ്റ്റം ഫോർ TB എലിമിനേഷൻ ഇൻ പ്രൈവറ്റ് സെക്ടർ. അത്തരത്തിലുള്ള മോഡൽസിന് പലയിടത്തേക്കും സ്കെയിലപ്പ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്, സ്കെയിലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. NTPയിലും അത്തരം സിസ്റ്റംസ് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ഈ NTP വളരെ ഫാസ്റ്റ് പേസിൽ മൂവ് ചെയ്യുമ്പം ഈ ഗൈഡ് ലൈൻസ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഒരുപാട് എവിഡൻസുകൾ വരുന്നതനുസരിച്ച് പണ്ടൊക്കെ നമ്മൾ ഗൈഡ് ലൈൻസ് റിവൈസ് ചെയ്യുന്ന 5 കൊല്ലത്തിൽ ഒരിക്കലാണെങ്കിൽ ഇന്ന് മിക്കവാറും ഓരോ 6 മാസം കഴിയുമ്പോഴും ഗൈഡ് ലൈൻ റിവൈസ് ചെയ്യണം. കാരണം പുതിയൊരു എവിഡൻസ് വന്നു, അത് എത്രയും പെട്ടെന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ഗൈഡ് ലൈൻസ് റിവൈസ് ചെയ്യപ്പെടുമ്പോൾ അത് താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ചാണ്. ശരിക്കും പറഞ്ഞാൽ താഴെത്തട്ടിലുള്ള സ്റ്റാഫിന് അത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടായി വരേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ചലഞ്ചസ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ മനസ്സിലേക്ക് ഓടി വന്ന പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചലഞ്ചസ് ധാരാളം ഉണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനം അതിനെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ്. എലിമിനേറ്റിംഗ് TB ഈസ് എവരിബഡീസ് ബിസിനസ് എന്ന് പറയുന്ന രീതിയിലേക്ക് അത് വരികയും ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ് ആണ് TB എലിമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന ആൾക്കാർ തിരിച്ചറിയുകയും യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ആക്സസ് ടു TB കെയറിലേക്കുള്ള ഒരു വഴി എന്ന് തിരിച്ചറിയുകയും ചെയ്യപ്പെടുമ്പോഴാണ് ശരിക്കും ചലഞ്ചസ് അഡ്രസ് ചെയ്യപ്പെടുന്നത്. അതിനെ കമ്മ്യൂണിറ്റി ഓൺ ചെയ്യപ്പെടുമ്പോഴാണ് അത് പീപ്പിൾസ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് TB അല്ലെങ്കിൽ ജൻ ആന്തോളൻ ആയിട്ട് മാറുന്നത്. സർ നേരത്തെ പറഞ്ഞു നമ്മള് ഈ പ്രോഗ്രാം കസ്റ്റമൈസ് ടു എ സ്റ്റേറ്റ്, അത് കസ്റ്റമൈസ് ആയിരിക്കും ഏറ്റവും, അങ്ങനെ ചെയ്തെടുത്താലേ നമുക്ക് ആ പ്രോഗ്രാമിനൊരു നല്ല ഇഫക്റ്റ് വരുള്ളൂ. അപ്പൊ കേരളത്തിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ആണോ അങ്ങനെ ചെയ്തിട്ടുള്ളത്? അത് എങ്ങനെ, എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് അതിന്റെ ചാലഞ്ചസ്? തീർച്ചയായിട്ടും ഞാൻ കേരളത്തിന്റെ കൺസൾട്ടന്റ് ആയിരുന്ന ആളായതുകൊണ്ട് തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് പറയാനായിട്ട് സാധിക്കും. കേരളത്തില് കാലാകാലങ്ങളായിട്ട് തന്നെ കേരളത്തിൻ്റെതായ രീതിയിലേക്ക് പല പ്രോഗ്രാമുകളും കസ്റ്റമൈസ് ചെയ്യപ്പെടുന്നു. ഞാൻ TB എലിമിനേഷന്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2017 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എങ്ങനെയാണ് TB എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കേരളത്തിലുള്ള വിദഗ്ധരും കേരള സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് എന്തെല്ലാമാണ് വേണ്ടതെന്നുള്ളത് കേരളത്തിലുള്ള TBയിൽ വർക്ക് ചെയ്യുന്ന പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ശില്പശാലകൾ നടത്തുകയും അതുവഴി ഒരു സ്ട്രാറ്റജി ഡോക്യുമെന്റ് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ കേരളം ചെയ്തത് അതിന് പേരിട്ടത് തന്നെ പീപ്പിൾസ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് TB എന്നുള്ളതായിരുന്നു. ശരി, ജനകീയ മുന്നേറ്റം, ക്ഷയരോഗത്തിനെതിരെയുള്ള ജനകീയ മുന്നേറ്റം. അത് കേരളത്തിന്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആ ഇനിഷ്യേറ്റീവ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ക്ഷയരോഗമുക്ത കേരളം അല്ലെങ്കിൽ എന്റെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് എന്നുള്ള രീതിയിലേക്ക്
ജനപ്രതിനിധികളുടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആ കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇപ്പൊ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റ്മെന്റിൽ തന്നെ അത് കസ്റ്റമൈസ് ചെയ്യപ്പെട്ടു പലതും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങൾ ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് ഡീസെൻട്രലൈസ് ചെയ്യാനായിട്ട് പരമാവധി സംസ്ഥാനം ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് സാധാരണ NTEP-യിൽ ജില്ലാ വൈസും TU വൈസും കണക്കുകൾ പുറത്തുവിടും. കേരളത്തില് പഞ്ചായത്ത് വൈസ് കണക്കുകൾ സംഘടിപ്പിക്കുകയും പഞ്ചായത്ത് തലത്തിൽ അത് മോണിറ്റർ ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും എന്ത് ആക്ഷൻസ് ആണ് അവിടെ വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനം കസ്റ്റമൈസ് ചെയ്താൽ പോരല്ലോ, നമുക്ക് ഓരോ പഞ്ചായത്തും കസ്റ്റമൈസ് ചെയ്യണം, ഓരോ വില്ലേജും കസ്റ്റമൈസ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? ഉദാഹരണത്തിന് അവിടുത്തെ പ്രിസംപ്റ്റീവ് TB എക്സാമിനേഷൻ റേറ്റ് കുറവാകുകയും അവിടുത്തെ TB നോട്ടിഫിക്കേഷൻ കുറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ ആ പഞ്ചായത്തിൽ ചെയ്യേണ്ട ഒരു ഇന്റർവെൻഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രിസംപ്റ്റീവ് TB എക്സാമിനേഷൻ കൂട്ടണം. അപ്പൊ അത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ലാബ് ടെക്നീഷ്യൻ ഇല്ല, അതല്ലെങ്കിൽ അവിടെ ഒരു മൈക്രോസ്കോപ്പി സെന്റർ ഇല്ല എന്നുള്ളതാണ് തോന്നുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യപ്പെടണം. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇനിഷ്യേറ്റീവ്സ്, ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു ലാബ് ടെക്നീഷ്യനെ പ്രൊവൈഡ് ചെയ്യുകയോ ലാബ് നന്നാക്കി കൊടുക്കുകയോ മൈക്രോസ്കോപ്പി സെന്റർ അവിടെ തുടങ്ങുകയോ അല്ലെങ്കിൽ സ്പെസിമെൻ കളക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ടാക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ശരിക്കും പറഞ്ഞാൽ അവിടെയും നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എത്രമാത്രം താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുമോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്. ഇനി കേരളത്തിൽ കസ്റ്റമൈസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച TB ഡയബറ്റീസ് എന്ന് പറയുന്നത്. കേരളത്തിൽ ശരിക്കും TB ഡ്രൈവ് ചെയ്യുന്ന ഡയബറ്റീസ് ആണ്. കേരളത്തിലെ TB എലിമിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ NCD കൺട്രോൾ പ്രോഗ്രാം സ്ട്രോങ് ആയി മാറേണ്ടതായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 44% TB പേഷ്യൻസ് കേരളത്തിൽ ഉണ്ടാകുന്നതിന് അവർക്കും ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. അപ്പൊ കേരളമാണ് ആദ്യമായിട്ട് ഡയബറ്റിക് ക്ലിനിക്കുകളിൽ ഇന്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ് ഫോർ ട്യൂബർക്ലോസിസ് നടത്തുകയും TB പേഷ്യൻസിൽ ഡയബറ്റീസ് പൂർണ്ണമായിട്ടും സ്ക്രീൻ ചെയ്യാനുള്ള ബൈഡയറക്ഷണൽ സ്ക്രീനിങ് നടത്തുകയൊക്കെ ചെയ്തൊരു സംസ്ഥാനമാണ് കേരളം. പ്രൈവറ്റ് സെക്ടർ എൻഗേജ്മെന്റ് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിസ്റ്റം ഫോർ TB എലിമിനേഷൻ പ്രൈവറ്റ് സെക്ടർ, അത് കേരളത്തിന്റെ സ്വകാര്യ മേഖലയുടെയും സർക്കാരിന്റെയും കസ്റ്റമൈസേഷൻ ആണ്. അത് കസ്റ്റമൈസ് ചെയ്യപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ്സ് ആണ് അത്തരം ഇനിഷ്യേറ്റീവ്സ്. ആക്റ്റീവ് കേസ് ഫൈൻഡിങ് നടത്താൻ വേണ്ടിയിട്ട് വീട് വീടാന്തരം പോയി ആക്റ്റീവ് കേസ് ഫൈൻഡിങ് നടത്തുന്നതിന് പകരം അല്ലെങ്കിൽ വൾണറബിൾ പോപ്പുലേഷനിൽ ആക്റ്റീവ് കേസ് ഫൈൻഡിങ് നടത്തുന്നതിന് പകരം കേരളം അതിനെ കസ്റ്റമൈസ് ചെയ്തത് വൾണറബിലിറ്റി മാപ്പിങ്ങിലൂടെയാണ്. അതായത് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി ഒരു സർവേയിലൂടെ കണ്ടെത്തി വെച്ചതിന് ശേഷം അവരെ പീരിയോഡിക് ആയിട്ട് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് കേരളം സ്വീകരിച്ചത്. എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റ് എന്ന് പറയുന്ന ഒരു കിറ്റ് ഉണ്ട്. അത് കേരളത്തിന്റെ കസ്റ്റമൈസേഷൻ. അതായത് ഒരു TB പേഷ്യന്റിന് പ്രിസംപ്റ്റീവ് TB ആകുന്ന സമയത്ത് അല്ലെങ്കിൽ TB ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ TB ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് 5 വാഷബിൾ റീയൂസബിൾ ക്ലോത്ത് മാസ്കും ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷനും, അതായത് സ്പൂട്ടം എങ്ങനെ ഡിസിൻഫെക്ട് ചെയ്യണം എന്നുള്ളതിന്റെ സൊല്യൂഷൻസും അതിന്റെ ഒരു സ്പിറ്റൂൺ, സ്പൂട്ടം തുപ്പാനുള്ള സ്പിറ്റൂൺസ് എന്ന് പറയുന്ന സാധനങ്ങളും എനിക്ക് തോന്നുന്നു 2018 കോവിഡ് ഒക്കെ വരുന്നതിന് മുമ്പെയാണ് എല്ലാ TB പേഷ്യൻസിനും കൊടുത്തു തുടങ്ങിയ സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിൻ്റെതായ ഒരു സൊല്യൂഷൻ ആണ്. ഇതൊന്നും ഇന്നോവേഷൻസ് അല്ല കേട്ടോ, ഈ പറയുന്ന ഒന്നും ഇന്നോവേഷൻസ് അല്ല, ഇതെല്ലാം സൊല്യൂഷൻസ് ആണ്, ലോക്കൽ സൊല്യൂഷൻസ് ആണ്. ലോക്കൽ കസ്റ്റമൈസേഷൻസിനേക്കാൾ കൂടുതൽ തന്നെ ലോക്കൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കാനാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ സമർത്ഥരായിട്ടുള്ള ഒരുപാട് ഫീൽഡ് വിഭാഗ ഉദ്യോഗസ്ഥര്, മെഡിക്കൽ ഓഫീസർമാര്, MOTC, നമ്മുടെ JHI JPH ഹെൽത്ത് ഇൻസ്പെക്ടർമാര് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കസ്റ്റമൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ. അവരുടെ ആശയങ്ങളാണ് പലപ്പോഴും നമ്മൾ ചെയ്യാൻ അനുവദിക്കുകയും അതിലുള്ള ഗുണങ്ങൾ കണ്ടെത്തുകയും അതിലൂടെ വളരുകയും ചെയ്തത്. ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. കാസർഗോഡ് ജില്ലയിൽ ആണ് പഞ്ചായത്ത് തലത്തില് ന്യൂട്രീഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് 2012 ചെയ്യാനായിട്ട് ആരംഭിച്ചത്. അങ്ങനെ ന്യൂട്രീഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന അന്നത്തെ ആ കിറ്റുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പേഷ്യൻസിന് കൊടുത്തു തുടങ്ങിയപ്പം ലോസ്റ്റ് ഫോളോ അപ്പ് കുറയുന്നു എന്നുള്ള ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തുടങ്ങിയ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് ഗ്രൂപ്പ്, അതായത് അവിടുത്തെ ഒരു മെഡിക്കൽ ഓഫീസറും JHIയും കൂടെ ചേർന്ന് ആരംഭിച്ച, അവിടുത്തെ പഞ്ചായത്തിലെ പേഷ്യൻസിന് വേണ്ടിയിട്ട് ആരംഭിച്ച ട്രീറ്റ്മെന്റ് സപ്പോർട്ട് ഗ്രൂപ്പ്, അവിടുത്തെ പള്ളിയിലച്ഛനെയും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാവിനെയും അവിടുത്തെ മെർച്ചന്റ് അസോസിയേഷൻ വ്യാപാരി വ്യവസായ നേതാവിനെയൊക്കെ കൂട്ടി അവരാരംഭിച്ച ഒരു ഇനീഷ്യേറ്റീവിൽ നിന്ന് ആ ജില്ലയിലേക്ക് വ്യാപിച്ചപ്പോഴത്തേക്ക് ലോസ്റ്റ് ഫോളോ അപ്പ് 0 ആയി മാറിയ കഥയിൽ നിന്നാണ് ട്രീറ്റ്മെന്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ആശയം തന്നെ ശരിക്കും പറഞ്ഞാൽ ഉടലെടുക്കുന്നത്. അപ്പൊ അത്തരത്തില് ഒരുപാട് കസ്റ്റമൈസേഷൻ കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഒരുപാട് ലോക്കൽ സൊല്യൂഷൻസ് കേരളം കണ്ടെത്തിയിട്ടുണ്ട്. അതിലൂടെ അതെല്ലാം അഡോപ്റ്റ് ചെയ്യാനായിട്ട് NTEP ഓപ്പൺ അപ്പ് ആവുകയും ചെയ്തു. NTEP അത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തില് ഒരുപാട് മോഡൽസ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്.
അപ്പൊ അതെല്ലാം NTP അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്യപ്പെടണം. 2 HIV കാര്യം നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരുപാട് ട്രസ്റ്റ് HIV കേരളത്തിൽ ആവശ്യമില്ല. കാരണം HIV TB അതിനേക്കാൾ കൂടുതൽ ട്രസ്റ്റ് വേണ്ടത് ഡയബറ്റീസ് TB അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ലോക്കൽ കസ്റ്റമൈസേഷൻസ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ലോക്കൽ സൊല്യൂഷൻസ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ലോക്കൽ ഈ പറഞ്ഞ പോലെ സംസ്ഥാനത്ത് മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത്, അത് പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും വില്ലേജ് തലത്തിലും അത് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഈ മൈക്കോബാക്ടീരിയം സാർ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ തന്നെ ജനിച്ച് ജീവിച്ച് നമ്മളെ പഠിച്ച് ഒരു നോർമൽ മൈക്കോബാക്ടീരിയത്തിൽ നിന്ന് ഒരു മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് മൈക്കോബാക്ടീരിയമായി അതിനുശേഷം ഒരു XDR അതായത് എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയി ടോട്ടൽ ഡ്രഗ് റെസിസ്റ്റന്റ് ആയി. അപ്പൊ ഇനിയുള്ള ഒരു മൂവ് എന്തായിരിക്കും മൈക്കോബാക്ടീരിയത്തിന്റെ മൂവ് എന്തായിരിക്കും? അതെ, നമ്മൾ അങ്ങനെ വേണം. അതായത് മൈക്കോബാക്ടീരിയത്തിന്റെ മൂവ് എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇനി, എന്നാലല്ലേ നമുക്ക് ആ പ്രോഗ്രാമിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ട്രീംലൈൻ ചെയ്ത് അതിന് വർക്ക് ചെയ്യാൻ പറ്റും. മൈക്കോബാക്ടീരിയം പൊതുവെ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് മനുഷ്യ നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. നമ്മളെക്കാൾ മുമ്പേ ഈ ലോകത്തെത്തിയ കക്ഷിയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. പൊതുവെ വലിയ മാറ്റങ്ങൾ മൈക്കോബാക്ടീരിയത്തില് ഒരുപാട് സമയമെടുത്താണ് സാധാരണ ഉണ്ടാകാറുള്ളത്. പൊതുവെ ഈ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങൾ അതിനകത്ത് അങ്ങനെ ഉണ്ടാകാറില്ല പൊതുവെ. പക്ഷെ നമ്മൾ ഈ കണ്ടുവന്ന ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടായി. അതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ MDRും പല റെസിസ്റ്റൻസുകളും XDRും ഒക്കെ നമ്മൾ കണ്ടു. ഈവൻ പുതിയ ഡ്രഗുകൾ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് ബിഡാക്വിലിൻ എന്ന് പറയുന്ന പുതിയ ഡ്രഗാണ്, റീസെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്രഗാണ്. പക്ഷെ അതിന് പോലും റെസിസ്റ്റൻസ് ഇന്ന് പല സ്ഥലങ്ങളിലും കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. അപ്പൊ ഡ്രഗ് റെസിസ്റ്റൻസ് തീർച്ചയായിട്ടും മൈക്രോബാക്ടീരിയം ഇനിയും കൂടുതൽ കാര്യമായിട്ട് തന്നെ വരാനുള്ള സാധ്യത നമ്മൾ തീർച്ചയായിട്ടും മുൻകൂട്ടി കാണണം. അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ, ഉദാഹരണത്തിന് നമ്മൾ DST ബേസ്ഡ് ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ മാറി. പണ്ടൊക്കെ നമ്മൾ കണ്ണടച്ച ഒരാൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് പ്രോഗ്രാം ഈ DST ബേസ്ഡ് ട്രീറ്റ്മെന്റിലേക്കാണ് മാറിയിരിക്കുന്നത്. അതായത് എല്ലാവർക്കും ഒരേ റെജിമൻ അല്ല ആവശ്യം. അയാളിൽ ഉള്ള മൈക്രോബാക്ടീരിയം എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന്റെ റെസിസ്റ്റൻസ് പാറ്റേൺ പഠിക്കുകയും അതനുസരിച്ചുള്ള റെജിമൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ പോളിസി. അതനുസരിച്ച് പ്രോഗ്രാം മാറാൻ ശ്രമിക്കുന്നുണ്ട്. മൈക്രോബാക്ടീരിയ ഇനിയും മാറും, കൂടുതൽ റെസിസ്റ്റൻസ് ആർജിക്കും. അതനുസരിച്ച് പ്രോഗ്രാം ഇനിയും മാറിക്കൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് ഉണ്ടാകും തീർച്ചയായിട്ടും. 2, ഈ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് പൊതുവേ നമ്മൾ ഈ എലിമിനേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിനൊരു സർവൈവൽ മെക്കാനിസം ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അവരും സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കും, തീർച്ചയായിട്ടും എലിമിനേറ്റ് ചെയ്യപ്പെടാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് വ്യത്യസ്തമായ രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാം. കേരളത്തിൽ നമ്മൾ കാണുന്ന TB കേസുകൾ പലതും ഇന്ന് ടിപ്പിക്കൽ TB അല്ല, പലതും എറ്റിപ്പിക്കൽ ആയിട്ട് വരുന്ന പ്രസന്റേഷൻസ് ആണ് കൂടുതലും കാണുന്നത്. നമ്മൾ പണ്ട് കാണുന്ന പോലെ മെലിഞ്ഞുണങ്ങിയ ശരീരവും അതനുസരിച്ചുള്ള പിന്നെ ക്ഷീണവും ചുമയും ഒന്നും പലപ്പോഴും കാണണമെന്നില്ല. പലർക്കും സബ് ക്ലിനിക്കലായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്, പലർക്കും എറ്റിപ്പിക്കലായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് ഹോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടെ ആകാം. പക്ഷേ എന്നാലും മൈക്രോബാക്ടീരിയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും കൂടെ നമ്മൾ അതിനെ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. എക്സ്ട്രാ പൾമണറിയുടെ പ്രൊപ്പോർഷൻസ് കൂടി വരുന്നു. അതായത് പൾമണറി അപേക്ഷിച്ച് എക്സ്ട്രാ പൾമണറി ഇന്ന് കേരളത്തിൽ 40% എക്സ്ട്രാ പൾമണറി TB ആണ് ശരിക്കും പറഞ്ഞു. അത്തരത്തിലുള്ള പ്രൊപ്പോർഷൻസ് കൂടി വരുന്നത് ഹോസ്റ്റ് ഫാക്ടറിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഏജന്റ് എന്നുള്ള രീതിയിൽ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിന്റെ ഒരു സർവൈവൽ മെക്കാനിസം കൂടിയായിട്ട് നമ്മൾ അതിനെ കണക്കാക്കേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ട് എനിക്ക് അതിനേക്കാൾ കൂടുതൽ തോന്നുന്നത് ഈ MTB എന്ന് പറയുന്ന മൈക്രോബാക്ടീരിയം TBക്ക് പുറമെ, അതായത് അതിന്റെ എണ്ണം കുറഞ്ഞു വരുന്ന അനുസരിച്ച് നോൺ ട്യൂബർക്ലോസിസ് മൈക്രോബാക്ടീരിയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽ കൂടുതൽ പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. NTM എന്ന് പറയുന്നത് നോൺ ട്യൂബർക്ലോസിസ് മൈക്രോബാക്ടീരിയം അത് കൂടുതൽ ശക്തി ആർജിക്കാനും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള അവരുടെ ഇടയ്ക്കുള്ള സർവൈവൽസ് എങ്ങനെ വരുന്നതനുസരിച്ചിരിക്കും നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം. എന്തായാലും പൊതുവേ ഒരു മടിയനാണ് മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. നമ്മൾ ഈ കോവിഡിൽ കാണുന്ന പോലത്തെ ഒരു റാപ്പിഡ് ആന്റിജനിക് ഡ്രിഫ്റ്റുകളോ ഷിഫ്റ്റുകളോ മ്യൂട്ടേഷൻസോ ഒന്നും അങ്ങനെ അത്ര പെട്ടെന്ന് സംഭവിക്കാറില്ല. പക്ഷെ വർഷങ്ങളെടുത്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള സമയം ലഭിക്കും. അതനുസരിച്ച് നമുക്ക് ഇവോൾവ് ചെയ്ത് വരാനായിട്ടും സാധിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ സപ്പോർട്ട് സിസ്റ്റം, അതായത് നമ്മള് സ്വന്തമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ നമ്മളെ ഈ മൈക്രോബാക്ടീരിയം പിടിപെടില്ല. ഇനി മുന്നോട്ടെന്നാണ് സാർ പറയുന്നത് തോന്നുന്നു. എന്ന് വെച്ചാല് അതൊരു ആശയമാണ്, അതൊരു ഫാക്ടർ അല്ലേ? അത് ഇവിടെ പറയാമോ എന്ന് എനിക്കറിയില്ല. അതൊരു ആശയമാണ്. അതായത് മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് വരുന്ന എല്ലാവർക്കും അസുഖം ഉണ്ടാവുന്നില്ലല്ലോ.
മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഇൻഫെക്ഷൻ ഇപ്പം ഞാൻ ക്ഷയരോഗിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചുമയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മറ്റൊരാൾക്ക് ഇൻഹലേഷനിലൂടെ മൈക്രോബാക്ടീരിയം ടി ബി ഉള്ളിലുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ അങ്ങനെ 100 പേർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 5 പേർക്കോ അല്ലെങ്കിൽ പരമാവധി 10 പേർക്കോ ആണ് ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും നമുക്ക് ടി ബി ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ടി ബി എന്ന് പറയുന്നത് ഹോസ്റ്റ് ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അതായത് എന്റെ രോഗപ്രതിരോധ ശേഷി എപ്പോൾ കുറയുന്നു അന്നേരമാണ് ഉറങ്ങിക്കിടക്കുന്ന ബാക്ടീരിയ ഉണർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഹോസ്റ്റ് ഫാക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ആ ഹോസ്റ്റ് ഫാക്ടർ പ്രധാനപ്പെട്ട ആശയമാണെന്ന് തിരിച്ചറിവിലൂടെയാണ് വളറബിലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. വളറബിലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എന്റെ വളറബിലിറ്റി ടി ബി ഉണ്ടാകാനുള്ള വളറബിലിറ്റി, അതായത് എനിക്ക് അഥവാ മൈക്രോബാക്ടീരിയ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ടി ബി ഉണ്ടാകാനുള്ള വളറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിൽ എന്റെ ഇമ്മ്യൂണിറ്റി കുറയണം. എന്റെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് എനിക്ക് അൺകൺട്രോൾ ഡയബറ്റീസ് വരുമ്പോൾ കുറയാം, അല്ലെങ്കിൽ ഞാൻ പുകവലിച്ചാൽ കുറയാം, അല്ലെങ്കിൽ എനിക്ക് ദീർഘകാല ശ്വാസകോശ രോഗങ്ങൾ COPD ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഫ്ലെയർ അപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. എനിക്ക് മാൽന്യൂട്രീഷൻ ഉണ്ടായാൽ ചിലപ്പോൾ അത് ഫ്ലെയർ അപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ആശയം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടെത്തി ഇതിനെ നമുക്ക് ആർദ്രം പദ്ധതിയിലൂടെ അഡ്രസ് ചെയ്യാൻ സാധിച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസുമായിട്ട് ലിങ്ക് ചെയ്ത് കൃത്യമായ പ്രതിരോധവും ചികിത്സയും നൽകുക, ടുബാക്കോ ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി ടുബാക്കോ സെസേഷന് വേണ്ടി ലിങ്ക് ചെയ്യുക, മാൽന്യൂട്രീഷൻ ഉള്ള ആൾക്കാരെ കണ്ടെത്തി മാൽന്യൂട്രീഷൻ പ്രിവെൻഷന് വേണ്ടിയിട്ടും അതല്ലാതെ അതിന്റെ കറക്ഷൻസിന് വേണ്ടിയിട്ടും നമ്മൾ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള വൾണറബിലിറ്റി സമൂഹത്തിൽ കുറയ്ക്കുകയും വൾണറബിലിറ്റി ഉള്ള ആൾക്കാരെ അതൊന്ന് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിലൂടെ ടി ബിക്ക് മാത്രമല്ല ഗുണം കിട്ടാൻ പോണത്, ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവില്ലേ. ആലോചിച്ച് നോക്കിയേ, നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് അഡ്രസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ക്യാൻസറുകൾ അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള എല്ലാ പ്രോഗ്രാമിനും പറ്റുന്ന രീതിയിലുള്ള ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതാണ് ആർദ്രത്തിലൂടെ നടക്കേണ്ടതെന്നാണ് എന്റെ ഒരു വിശ്വാസം. സർ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാമിന്റെ ബേസിസിലും പിന്നെ നമ്മുടെ ഓർഗാനിസത്തിന്റെ ബേസിസിലും ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഇത്രയും പേരെ ട്രീറ്റ് ചെയ്തു. ഇനി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ ഉണ്ടല്ലോ, അതായത് അവരെ ഇനിയും തിരിച്ച് സമൂഹത്തിലേക്ക് എന്താ പറയാ ജോലിക്കാണെങ്കിലും അല്ലെങ്കിൽ ജീവിക്കാനാണെങ്കിലും ഒരു എൻകറേജ്മെന്റ് മോട്ടിവേഷനും കൊടുക്കേണ്ട, അതായത് അത് ഫിസിക്കൽ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും അത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇനി അത് എങ്ങനെയാണ് ഈ പ്രോഗ്രാം ഡീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ കേരളത്തിന്റെ ആസ്പെക്ട് എടുക്കാം. നമുക്ക് കേരളം ഇനിയും കൂടുതലും ഈ ബേർഡൻ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇനിയിപ്പോ റീഹാബിലിറ്റേഷൻ ഫേസിലേക്കായിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ അതിന് എന്താണ് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ്? തീർച്ചയായിട്ടും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അതിലെ ചോദിച്ചത്. അതായത് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ആശയമാണ്. നമ്മൾ സാധാരണ പ്രോഗ്രാമിനെ സംബന്ധിച്ച് പൊതുവെ പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ നേരത്തെ കണ്ടെത്തുക, ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാമില് സക്സസ്ഫുള്ളി ട്രീറ്റഡ് അല്ലെങ്കിൽ ക്യൂർ എന്ന് നമ്മൾ വിളിക്കും. പക്ഷെ ആ ക്യൂർ എന്ന് പറയുന്നത് മൈക്രോബാക്ടീരിയം മൈക്രോസ്കോപ്പിയിൽ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു ക്യൂർ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു മൈക്രോബയോളജിക്കൽ ക്യൂറാണ്. പക്ഷെ ശരിക്കും പേഷ്യന്റിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻ മെച്ചപ്പെട്ടോ അല്ലെങ്കിൽ ലങ് ഡാമേജ് മാറിയോ, അതല്ലെങ്കിൽ അത് ശരിക്കുള്ള ക്യൂർ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ച് ആ പേഷ്യന്റ് മുഖ്യധാരയിലേക്ക് തിരിച്ചെത്തിയോ, അല്ലെങ്കിൽ തിരിച്ച് ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ, തിരിച്ച് സമൂഹത്തിന്റെ ഭാഗമായി മാറാനായിട്ട് സാധിക്കുന്നുണ്ടോ, സ്റ്റിഗ്മ എന്ന് പറയുന്ന പ്രശ്നം അഡ്രസ് ചെയ്യപ്പെട്ടോ, അല്ലെങ്കിൽ ലങ്ങിൽ അതുണ്ടാക്കിയ പൾമണറി ഡാമേജിലൂടെ ഉണ്ടാകുന്ന സെക്യുലെ നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിച്ചോ, പിന്നീട് ടി ബി വരുന്നില്ല എന്നുള്ള രീതിയിൽ റിലാപ്സ് ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു, സൈക്കോസോഷ്യൽ എന്ന് പറയുന്ന സപ്പോർട്ട് കൃത്യമായിട്ട് ലഭിച്ചോ എന്നുള്ള കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ പ്രോഗ്രാമിനെ അത് അഡ്രസ് ചെയ്യാനായിട്ട് ഉള്ള സ്ട്രെങ്ത് കുറവാണ് ശരിക്കും പറഞ്ഞാൽ. നേരെ മറിച്ച് അതൊരു സമൂഹത്തിന് ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഹെൽത്ത് സിസ്റ്റത്തിനും പ്രോഗ്രാമിനും വലിയ ഉത്തരവാദിത്തം ഉണ്ട്, വലിയ റോളുണ്ട്. ഉദാഹരണത്തിന് ഹെൽത്ത് സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്നത് പൾമണറി റീഹാബിലിറ്റേഷൻ ഇപ്പൊ കേരളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ്. നമ്മുടെ ശ്വാസ പ്രോഗ്രാമിലൂടെ പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരികയും പോസ്റ്റ് ടി ബി സെക്യുലെ, പോസ്റ്റ് ടി ബി നമ്മൾ ക്യൂർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും ധാരാളം ആൾക്കാർക്ക് ലങ് ഡാമേജ് ഉണ്ടാവുകയും ലങ് ഡിസീസസ് ഉണ്ടാവുകയും ബ്രോങ്കൈറ്റിസ് ഉണ്ടാവുകയും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ആശയം ശ്വാസിലൂടെ നടക്കാനായിട്ട് കേരളം പോലത്തെ സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഇപ്പൊ ഉദാഹരണത്തിന് അവരുടെ ബാക്കി കോമോർബിഡിറ്റീസ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ മാനേജ് ചെയ്യപ്പെടുന്നുണ്ടോ നോക്കാനും ഒരു പക്ഷേ സിസ്റ്റത്തിന് സാധിച്ചെന്നിരിക്കും. പക്ഷെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ഒരു എക്കണോമിക്കലി അവര് ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് വീണ്ടും വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക,
അവരെ ഈ പറഞ്ഞ പോലെ പഴയ സോഷ്യൽ റോളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അവർക്ക് വേണ്ട സൈക്കോ സോഷ്യൽ സപ്പോർട്ടിലൂടെ റീഹാബിലിറ്റേഷൻ കൂടി തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന ആ ആശയം ഒരുപക്ഷെ കേരളത്തിലെ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് ഗ്രൂപ്പുകളോ പഞ്ചായത്തുകളോ ഒക്കെ ചെയ്തിരിക്കും. സമൂഹമാണ് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹം തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് എന്റെ വിശ്വാസം. കാരണം അത് ടി ബിക്ക് വേണ്ടി മാത്രമല്ല, ഏതൊരു രോഗാവസ്ഥയെ കുറിച്ചാണെങ്കിലും അതിനുള്ള സിസ്റ്റംസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമും ഹെൽത്ത് സിസ്റ്റംസും ശ്രമിക്കേണ്ടത്. പക്ഷെ സമൂഹത്തിന് അതിനകത്തൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആൾക്ക് നാളെ ചിലപ്പോൾ നമ്മളായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് വരുമ്പോഴത്തേക്ക് അവരെ തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന സാധനം, വെറുതെ ക്യൂർ ചെയ്തിട്ട് നിങ്ങൾ ക്യൂറായി എന്ന് പറയുന്നതിൽ കാര്യമില്ല. അവരെ തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും അതിനുള്ള സപ്പോർട്ടീവ് സിസ്റ്റംസ്, പൾമണറി റീഹാബിലിറ്റേഷനോ അല്ലെങ്കിൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻസിനോ പോലത്തെ സപ്പോർട്ടീവ് സിസ്റ്റംസ് നമുക്ക് NTB പ്രോഗ്രാമും ഹെൽത്ത് സിസ്റ്റംസും ഒരുക്കി കൊടുക്കുകയും ചെയ്യാനുള്ളതാണ് എന്റെ ഒരു ആശയം. ക്ഷയരോഗം എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതിൽ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യയിലുള്ള ഓരോ പൗരനും ക്ഷയരോഗ നിവാരണം എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ക്ഷയരോഗികളെ കണ്ടെത്താനും അവരെ കൃത്യമായിട്ട് ചികിത്സിക്കാനും അത് വരാതെ തടയുവാനും നമുക്ക് പരമാവധി കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷയരോഗമുക്ത കേരളം എന്ന സ്വപ്നം നമ്മൾ കാണുമ്പോഴത്തേക്ക് പോഷകാഹാരക്കുറവില്ലാത്ത കേരളം, പുകയില രഹിത കേരളം, അമിത മദ്യപാനമില്ലാത്ത കേരളം, എല്ലാവർക്കും കൃത്യമായ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന കേരളം, വൃദ്ധജനങ്ങൾക്ക് കൃത്യമായ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന കേരളം, പ്രമേഹ രോഗികൾക്ക് കൃത്യമായ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന കേരളം തുടങ്ങിയ ഒരുപാട് ആശയങ്ങളും കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ക്ഷയരോഗമുക്ത കേരളം എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു വികസന സ്വപ്നം തന്നെയാണ് ക്ഷയരോഗമുക്ത കേരളം. ആ സ്വപ്നം കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. നന്ദി.